ജിതിൻ ദേവ്, നാളത്തെ നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ്? ആരൊക്കെയാണ് അതിൽ വരാൻ പോകുന്നത്? വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചോ? അദ്ദേഹം 2 വള്ളത്തിൽ കാലുവെക്കാൻ തൽക്കാലമില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം വള്ളത്തിൽ കാലുവെക്കില്ലെങ്കിലും പ്രതിനിധി അയക്കുമായിരിക്കും അല്ലേ? നാളത്തെ പരിപാടിയിലേക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ ഹൈന്ദവ സാമുദായിക നേതാക്കന്മാരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിനകത്ത് നാളെ ആരൊക്കെ പങ്കെടുത്തില്ല എന്നുള്ളതൊക്കെ ആ പരിപാടിക്ക് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എല്ലാ വിശ്വാസികളായിട്ടുള്ളവരെയും അതേപോലെ തന്നെ ഹൈന്ദവ സാമുദായിക നേതാക്കന്മാരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളത്തെ പരിപാടി അവിടെ പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ശബരിമലയുടെ വികസനം, സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള 3 തരത്തിലുള്ള സെമിനാറുകൾ അവിടെ നടക്കും. അതിനുശേഷം വൈകുന്നേരത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പൊതുയോഗമുണ്ട്. അതിനകത്ത് തേജസ്വി സൂര്യ, അണ്ണാമലൈ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ പരിപാടിയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ സർക്കാരിന്റെ പരിപാടിയിൽ എത്തിയവർ തന്നെ നിങ്ങളുടെ പരിപാടിക്കും എത്തുമോ? അല്ല, അതെല്ലാം നാളെ പരിപാടി കഴിഞ്ഞെങ്കിലല്ലോ നമുക്ക് അറിയാൻ സാധിക്കും. സമുദായ സംഘടനകൾ, ഇവിടെയുള്ള സമുദായ സംഘടനകളെ മുഴുവൻ സർക്കാരും വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നിങ്ങളും വിളിച്ചിട്ടുണ്ടാവും. നിങ്ങളാണെങ്കിൽ കപട ഭക്തരും യഥാർത്ഥ ഭക്തരും തമ്മിൽ ഉള്ള വ്യത്യാസമാണല്ലോ പറയുന്നത്. നിങ്ങളുടെ പരിപാടിക്കാണ് യഥാർത്ഥ ഭക്തർ എന്ന് വരിക എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പുറത്തെ പരിപാടിയിൽ പങ്കെടുത്ത അവർ നിങ്ങളുടെ പരിപാടിക്കും വരികയാണെങ്കിൽ അവർ ഏത് ഗണത്തിൽപ്പെടും? നോക്കൂ സ്മൃതി, ഞങ്ങൾ ഭക്തരെ തരംതിരിക്കാൻ ഈ CPM ചെയ്തതുപോലെ സ്വർണം, പ്ലാറ്റിനം, ചെമ്പ്, പിത്തള എന്നതും തരംതിരിക്കാൻ ഞങ്ങൾ ആളല്ല. ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് വിശ്വാസികളെയാണ്. ശബരിമലയുടെ വികസനവും സംരക്ഷണവും ശബരിമലയെ സംബന്ധിക്കുന്ന ആചാര സംരക്ഷണത്തെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ പറയാനുള്ളവർക്ക് ആർക്കും അവിടെ വരാം. എല്ലാവർക്കും സ്വാഗതമാണ് ആ വേദികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത് BJP പരിപാടിയല്ല, അത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച പരിപാടിയാണ്. അവിടെ BJP ക്ഷണിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. BJP നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഇതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അല്ലാതെ അവിടെ കപടഭക്തരാണോ യഥാർത്ഥ ഭക്തരാണോ എന്നുള്ള തരംതിരിവോ അല്ലെങ്കിൽ CPM ചെയ്തതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരംതിരിവോ ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. രണ്ടാമത്തെ കാര്യം, സർക്കാർ പരിപാടിക്ക് തൊട്ട് പിന്നാലെ നടത്തുന്നതിന്റെ സാങ്കത്യം എന്താണ്? ആദ്യം അതൊരു ബദൽ പരിപാടി എന്ന് പറഞ്ഞു, പിന്നീട് അത് ബദലല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ സാങ്കത്യം എന്താണ്? സർക്കാർ പരിപാടിക്ക് തൊട്ട് പിന്നാലെ ഭയപ്പെടുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടിയിരുന്ന വോട്ട് തിരിച്ച് CPM തന്നെ പോകുന്നു എന്നൊരു ഭയമുണ്ടോ? വിശ്വാസികളെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ടൂളുകളായിട്ട് കാണുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. BJPക്ക് അങ്ങനെ ഒരു നിലപാടില്ല. രാഷ്ട്രീയമാണ് BJP ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേട്ടില്ല? വലതുപക്ഷം എന്ന് പറയുമ്പോൾ അത് നിങ്ങളല്ലേ? വലതുപക്ഷം അപ്പോ അങ്ങയുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ പൂജ്യമായി പോയി? അവർ പറയുന്നത് അവർ വലതുപക്ഷമല്ലെന്നാണ്. അവരിപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. യഥാർത്ഥ ഇടത് ഞങ്ങളാണെന്നാണ് അവർ പറയുന്നത്. അതെ അല്ലേ? അപ്പൊ അവരുടെ പക്ഷം ഏതാണെന്ന് എനിക്ക്, കാരണം പ്രത്യേകിച്ച് കാരണം അവരുടെ അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ ജനപക്ഷത്തായിട്ട് വരും. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന് ശ്രീ VD സതീശനോട് ചോദിച്ചപ്പോൾ ഇല്ല. അതിനെ ബഹിഷ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ അല്ല. ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി. അപ്പൊ അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന് അങ്ങേപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് തോന്നൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമതൊരു കാര്യം, ഇവിടെ ശ്രീ MJ അച്യുതൻ സാർ സൂചിപ്പിച്ച സമയത്ത് അദ്ദേഹം ഈ ശബരിമല യുവതീ പ്രവേശനം ഒരു തകരാറ് എന്ന് പറഞ്ഞു. പക്ഷേ സാർ അതല്ല. അദ്ദേഹം ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചത് ഒരു നവയുഗ വിപ്ലവ നായകനാകാനായിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തിയ ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. നോക്കൂ, അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അങ്ങയുടെ സർക്കാർ പറയണ്ടേ ജനങ്ങളുടെ അടുത്ത് ശബരിമല മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് ഇന്ന ചർച്ചകൾ നടന്നു, ഇന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായി. ഇത് പറയാൻ എവിടെയാണ് മടി? എന്തിനാണ് ഈ സുതാര്യത ഇല്ലായ്മ ഈ കാര്യത്തിൽ കാണിക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വാസികൾ ആവശ്യപ്പെട്ടോ ഇത്തരത്തിലൊരു വിശ്വാസ സംഘം? സമിതി ഉണ്ടെന്നേ, ആ സമിതിയിലേക്ക് നിർദ്ദേശങ്ങൾ വന്ന് അത് ക്രോഡീകരിച്ച് പിന്നെ അത് ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി. സ്മൃതി, ഇപ്പൊ റിപ്പോർട്ടർ TVയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 അംഗ സമിതിയോ അല്ലെങ്കിൽ 25 അംഗ സമിതിയോ രൂപീകരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? ഇത് ആർക്കും സാധിക്കുമെന്നേ. ഒരു സമിതിയൊക്കെ രൂപീകരിക്കുന്നതാണോ വേണ്ടുന്നത് പ്രവൃത്തിയല്ലേ? ആക്ടാണ് ആവശ്യം. അവിടെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നോക്കൂ, ശ്രീ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ അദ്ദേഹം
ആവർത്തിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വികസനത്തെ സംബന്ധിച്ച്. ഒന്ന്, അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന 1033 കോടിയെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം, സർക്കാരിന്റെ ദയവായ്പിലാണ് ചില ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തുന്നതെന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ 1248 ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാറ്റഗറി സിയിൽ വരുന്ന ക്ഷേത്രങ്ങൾ 400-ൽ താഴെയാണ്. ഏതാണ്ട് 600 അല്ലെങ്കിൽ 800-നടുത്ത് ക്ഷേത്രങ്ങൾ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ഈ പൈസ, അത് അദ്ദേഹത്തിന്റെ ഔദാര്യമല്ല, അത് ദേവസ്വം ബോർഡിന് ഈ പറഞ്ഞ അങ്ങനെ വളച്ചൊടിക്കേണ്ട. പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കേണ്ടി വരും. കാരണം സർക്കാർ ക്ഷേത്രങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു, ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന വാദത്തിലാണ് മുഖ്യമന്ത്രി അക്കാര്യം വിശദീകരിച്ചത്. അത് നിങ്ങളുടെ വാദമായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ മോഷണം എന്ന് പറയേണ്ട. നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജിതിൻ ദേവ്. അത് വ്യക്തിപരമായി എടുക്കണ്ട. BJP ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്. അല്ല, ഞാൻ എന്ന് പറയുമ്പോൾ BJPയുടെ പ്രതിനിധി അങ്ങ് ഉൾക്കൊള്ളുക. ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിനിധി നിലയിൽ ഞാൻ മോഷണം എന്ന് പറഞ്ഞു. ഒരു ശബരിമല മണ്ഡലകാല മകരവിളക്ക് സീസൺ കഴിയുമ്പോൾ ഈ സർക്കാരിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഖജനാവിലേക്ക് വരുന്ന എത്രത്തോളം വരുമാനമുണ്ടെന്ന് അങ്ങ് പരിശോധിച്ചു. 3 ഇരട്ടി പൈസ വാങ്ങിച്ച് KSRTC സർവീസ് നടത്തുന്ന സ്ഥലമാണ് സ്മൃതി ശബരിമല. അപ്പൊ അതുകൊണ്ട് അങ്ങ് അതിനെ അങ്ങനൊന്നും പറയരുത്. ഇതൊക്കെ ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് കൊടുത്ത ഒരു ഉറപ്പ് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ആർട്ടിക്കിൾ 290A ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് കൃത്യമായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെയും അതേപോലെ ക്ഷേത്രങ്ങളുടെ പരിപാലനത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്മൃതി. അപ്പൊ അതുകൊണ്ട് അതിനെ കണ്ണടച്ചിരുട്ടാക്കരുത്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ശ്രീ സണ്ണിയം കവിക്കാട്, അങ്ങൊരു വലിയ ആക്ടിവിസ്റ്റ് ആണ്, അങ്ങയുടെ നല്ല ബഹുമാനമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങ് ഇനിയെങ്കിലും ഈ ജാതീയമായിട്ട് സമൂഹത്തെ വേർതിരിക്കുന്നത് നിർത്തണം. അങ്ങ് പറഞ്ഞു വെച്ചത് എന്താണ്? ബ്രാഹ്മണര്, ദളിതര്, അങ്ങനൊന്നും പറയരുത്. ഇതിനകത്ത് എല്ലാ ഭക്തന്മാരും ഉണ്ട്. പൊലയ സമുദായത്തിൽ ജനിച്ച വിശ്വാസികളില്ലേ? ഹിന്ദു വിശ്വാസികളുണ്ട്. സിദ്ധണ്ണ സമുദായത്തിലില്ലേ? സാംബോ സമുദായത്തിലില്ലേ? അല്ലാതെ ഇങ്ങനെ ഈ ജാതീയമായ തരംതിരിവ് നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അങ്ങ് ശ്രമിക്കരുതൊരു അപേക്ഷയാണ് എന്റെ. അല്ലാതെ അങ്ങേക്ക് അങ്ങയുടെ ഞാൻ ആളല്ല. ജാതീയമായി ഇവിടെ ആരാണ് ആരെ വേർതിരിക്കാറുള്ളത്? അല്ലല്ല, ഒരു ആക്ടിവിസ്റ്റായി അദ്ദേഹത്തിന് ഈ രംഗത്തേക്ക് ഈ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം അതങ്ങ് എത്രത്തോളം പരിശോധിച്ചിട്ടുണ്ടെന്ന് നോക്കുക. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്? ഇവിടെ വേർതിരിവ് ഉണ്ടാകുമ്പോൾ വേർതിരിവ് മിണ്ടരുത് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് അനുഭവസ്ഥനാകുന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. സ്മൃതി, ഈ രാജ്യം ഇപ്പോൾ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാണ്. 2030 ആവുന്ന സമയത്ത് നമുക്ക് ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറണം സ്മൃതി. ശരിയാണ്. നിങ്ങൾക്ക് വികസനത്തെ കുറിച്ച് പറയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താലിമാല ഇവിടത്തെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല തട്ടിക്കൊണ്ടുപോകുന്നവരാണ് മറുവിഭാഗം എന്ന് പറയാം. അല്ലാതെ വേറെയും വർഗീയ പ്രശ്നങ്ങൾ നടത്താം. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. അല്ലാത്ത സമയം വികസനം പറയാം. നമുക്കിടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.